ഓപ്പറേഷൻ നംകോറിൽ ഇടനിലക്കാരെ സംബന്ധിച്ച കസ്റ്റംസിന് സൂചന ലഭിച്ചു. ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇടനില സംഘത്തിന്റെ പ്രവർത്തനം. മൂവാറ്റുപുഴയിലെ മാഹിൻ അൻസാരിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയത്. കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ വാഹനം ഭൂട്ടാനിൽ നിന്ന് നേരിട്ടിറക്കിയതെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ നിർണായക വിവരങ്ങളാണ് കസ്റ്റംസ് ലഭിച്ചത്. ഈ ഒരു സംഘത്തിന് പിന്നിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് ഉണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മാഹിൻ അൻസാരി ഇന്നലെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ മാഹിൻ അൻസാരി വാഹനം വാങ്ങിയത് ഡൽഹിയിൽ നിന്നാണ്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് എന്നാണ് മാഹിൻ അൻസാരി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. പക്ഷേ അത് അന്വേഷണ സംഘം ഇതുവരെ അത് പൂർണ്ണമായും ഒരു വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം ഇത് ഡൽഹിയിൽ ഭൂട്ടാൻ നേരിട്ടിറക്കിയ വാഹനം എന്ന് കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് അതിന്റെ ഒരു അന്വേഷണം തുടർന്നു വരുന്നത്. അരുണാചൽ പ്രദേശിലെ നംസായി എന്ന RTOയിലാണ് ഇത് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അസം സ്വദേശിയുടെ പേരിൽ അത് വ്യാജ മേൽവിലാസത്തിൽ എന്ന ഒരു കണക്കാക്കി തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. എന്തായാലും മാഹിൻ അൻസാരിക്ക് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ കസ്റ്റംസിന് കൈമാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഏജന്റിനായുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു. കാരണം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഏജന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിന് മാഹിൻ അൻസാരി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എന്തായാലും കസ്റ്റംസ് ഭാഗത്തും തുടരുന്നുണ്ട്. അതോടൊപ്പം മാഹിൻ അൻസാരി നൽകിയ മൊഴി അത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ആ പരിശോധിച്ച മാത്രമേ തുടർ നടപടികൾ കടക്കുകയുള്ളൂ. എന്നാലും മാഹിൻ അൻസാരി വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം. അതിനുശേഷം മാത്രമേ ഒരു വിശദമായ ഒരു വിവരങ്ങൾ കസ്റ്റംസ് നേരിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു നിർണായക വിവരങ്ങൾ ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ കസ്റ്റംസ് ലഭിച്ചു. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടുന്നത്. ആ പിടികൂടിയ വാഹനത്തിന് സംബന്ധിച്ച് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിച്ച ഘട്ടത്തിൽ ഇത്രയും വിവരങ്ങൾ കസ്റ്റംസിന് ആദ്യമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വഴിത്തിരിവായി എന്ന് തന്നെ പറയാം ഇന്നലത്തെ ചോദ്യം ചെയ്യൽ നടപടി. അതിനുശേഷം നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇനി ഡൽഹി കേന്ദ്രത്തിലെ ഈ റാക്കറ്റിലേക്കും ഇത്തരം ഒരു അന്വേഷണം നീളും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള റാക്കറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുണ്ട്.